ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് +1 ഫിസിക്സ് ചാപ്റ്റർ 7 റൊട്ടേഷണൽ മോഷൻ. It is the 5th class and totally there was 5 class and this will be the last class. 4 ക്ലാസ്സുകൾ നേരത്തെ എടുത്തു കഴിഞ്ഞു, കുറേ ടോപ്പിക്സ് ഒക്കെ, and this is the 5th class which I am going to take. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതിൽ ഞാൻ എനർജിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. റൊട്ടേഷണൽ ബോഡിയുടെ എനർജി, പവർ, ടോർക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റോളിംഗ് ബോഡികളെ കുറിച്ചുള്ള ചില കൺസെപ്റ്റ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദി കൈനറ്റിക് എനർജി ഓഫ് എ പ്യുവർലി റൊട്ടേറ്റിംഗ് ബോഡി. അത് തുടങ്ങുമ്പോൾ ആദ്യമേ ഓർക്കേണ്ടത് മുന്നേ പഠിപ്പിച്ചുള്ളൊരു കാര്യമാണ്. അതാണ് ഒരു ഇനീഷ്യൽ കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് വെനെവർ എ ബോഡി റൊട്ടേറ്റ്സ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു ബോഡി ഇങ്ങനെ വെച്ചു, ഇവിടെയാണ് ആക്സിസ്. സപ്പോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഒരു ബോഡി 3 ആളുകൾ. ആൻഡ് ദിസ് ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് എ പർട്ടിക്കുലർ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ഇതിങ്ങനെ ഒരു റൗണ്ട് തിരിഞ്ഞെത്തുന്നു. ഒരു റൗണ്ട് തിരിഞ്ഞെത്താനായിട്ട് 2 സെക്കൻഡ് എടുക്കണമെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ 2 സെക്കൻഡ് എടുക്കുന്നു. അപ്പോൾ ദിസ് ബോഡി takes 2 seconds for rotation. So there will be a particular frequency, particular speed, particular time period. ഇതിങ്ങനെ തിരിയുമ്പോൾ ഇയാൾ എത്ര ആംഗുലർ വെലോസിറ്റിയിലായിരിക്കും തിരിയുണ്ടാകുക? ഒരു ജയൻറ്റ് വീല് നമ്മൾ കുറേ പേര് തിരിയുമ്പോൾ ജയൻറ്റ് വീലിനൊരു സ്പീഡുണ്ട്, അതിലെനിക്ക് പിന്നെ വേറെ സ്പീഡായിരിക്കുമോ? ഞാനും ജയൻറ്റ് വീൽ ഒരു റൗണ്ട് തിരിയാനായിട്ട് 2 സെക്കൻഡ് എടുക്കുമ്പോൾ ഞാനും 2 സെക്കൻഡിൽ തന്നെ തിരിഞ്ഞെത്തും. ഇയാളും 2 സെക്കൻഡ് തിരിയും, ഇയാളും 2 സെക്കൻഡിൽ തിരിയും. അപ്പോൾ വെനെവർ എ ബോഡി റൊട്ടേറ്റ്സ്, ഓൾ ദി പാർട്ടിക്കിൾസ് ആർ വിത്ത് സെയിം ടൈം പീരീഡ്, സെയിം ഫ്രീക്വൻസി ആൻഡ് സെയിം ആംഗുലർ വെലോസിറ്റി. എല്ലാവർക്കും സെയിം ആംഗുലർ വെലോസിറ്റിയാണ്. ബിക്കോസ് എല്ലാവരും ഒരേ സമയത്തിലാണ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബട്ട് ലീനിയർ വെലോസിറ്റീസ് ആർ ഡിഫറെൻറ്റ്. നോക്കൂ, വെൻ ദിസ് ബോഡി റൊട്ടേറ്റ്സ് വൺസ്, ഇങ്ങനെ തിരിഞ്ഞെത്തുമ്പോൾ ഇയാൾ ഇങ്ങനെ പോയി ഇയാൾ തിരിഞ്ഞിവിടം വരെത്തും, അതേ 2 സെക്കൻഡിൽ. ഇയാൾ ഇങ്ങനെ പോയി ഇങ്ങനെ തിരിഞ്ഞെത്തും 2 സെക്കൻഡിൽ. ഇയാളും ഇങ്ങനെ തിരിഞ്ഞെത്തും. കാരണം ബോഡി ഇങ്ങനെ എത്തുമ്പോൾ ഇവരിത് ഇവിടെയുണ്ട്, 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 അല്ലേ? അപ്പോൾ ഇവരെല്ലാവരും 2 സെക്കൻഡ് തിരിഞ്ഞെത്തണം. നോക്കൂ, ഇയാൾക്ക് വലിയൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, ഇയാൾക്ക് ചെറിയൊരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി, ഇയാൾക്ക് വളരെ ചെറിയ സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ 3 പേരും 3 വ്യത്യസ്ത സ്പീഡുകളിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. And this fellow is faster because he has to cover more. This fellow is very slow because he has to cover very small. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ all particles are with same angular velocity, same time period, but different particles are with different linear velocity v. ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടാവണം റൊട്ടേഷൻ മോഷൻ എനർജി കാൽക്കുലേഷനിൽ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് റൊട്ടേഷൻ മോഷനിൽ ഈ ഒരു ആശയം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. നൗ കം ടു ദി കൈനറ്റിക് എനർജി. നമ്മുടെ കയ്യിലൊരു ബോഡി, ഇറ്റ് മേ ബി ഓഫ് എനി ഷേപ്പ്, ഒരു പാർട്ടിക്കിൾ ഓഫ് മാസ് m1 and another particle of mass m2, another particle of mass m3. Similarly there are millions of particles. ഞാൻ 3 എണ്ണത്തിന് സാമ്പിളായിട്ട് തിരഞ്ഞു പിടിച്ചു. ഇയാൾക്ക് ഇവിടുന്നുള്ള അകലം, this is called radius vector r1. ഇയാൾക്ക് ഇവിടെ നിന്നുള്ള അകലം, this is called radius vector r2. ഇയാൾക്ക് ഇവിടെ നിന്നുള്ള അകലം radius vector r3. ഇയാൾ മൂവ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗ, പക്ഷേ ലീനിയർ വെലോസിറ്റി വ്യത്യസ്തമായതുകൊണ്ട് ഞാൻ v1 എന്ന് എഴുതി. he is also moving with the same angular velocity omega but a different linear velocity v2. he is also moving with the same angular velocity omega but a different linear velocity v3. എല്ലാവരുടെയും മാസ് വേറെ, റേഡിയസ് വേറെ, ലീനിയർ വെലോസിറ്റി വേറെ, ആംഗുലർ വെലോസിറ്റി സെയിം. ഒന്നാമത്തെ ആളുടെ കൈനറ്റിക് എനർജി, വാട്ട് ഈസ് ദി ജനറൽ ഫോർമുല ഫോർ കൈനറ്റിക് എനർജി? ½ mv². ദാറ്റ് ഈസ് ജനറൽ ഫോർമുല ഫോർ ദി കൈനറ്റിക് എനർജി. അപ്പോൾ ഒന്നാമത്തെ ആൾക്ക്, ഫസ്റ്റ് ബോഡി, എനർജി ഈക്വൽസ് ½ അയാളുടെ മാസ് m1, അയാളുടെ വെലോസിറ്റി v1². നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. v നമുക്കറിയാം, v ഈക്വൽസ് r ഒമേഗ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈക്വൽസ് k എന്ന് വേണമെങ്കിൽ എഴുതാം. കൈനറ്റിക് എനർജി ഈക്വൽസ് ½ m1
R1 omega V1 പകരം R1 omega whole square, which is equal to half M1 R1 square omega square. This is for the first particle. Similarly, for the second particle, this will be equal to half M2 R2 square omega. Third particle, half M3 R3 square omega square, omega square, so on. ഇതുപോലെ എല്ലാവർക്കും. ഇനി കൺക്ലൂഡ് ചെയ്യാം. വാട്ട് വിൽ ബി ദി ടോട്ടൽ എനർജി? ടോട്ടൽ കൈനറ്റിക് എനർജി equals the sum of individual energies. So it will be half M1 V1 square omega square plus half M2 V2 square omega square, so on. കോമൺ ടേം പുറത്തെടുക്കുക. ഹാഫ് ഒമേഗയാണ്, ഹാഫ് ഒമേഗയാണ് കോമൺ ആയിട്ടുള്ളത്, ഒമേഗ സ്ക്വയർ ഇൻറ്റു M1 V1 സ്ക്വയർ പ്ലസ് no, here I made it is M1 R1 square, M2 R2 square. I'm very sorry. So it will be half M1 R1 square plus M2 R2 square, so this will be equal to half omega square bracket അകത്ത് എന്താണ് M1 R1 square plus M2 R2 square plus M3 R square. എന്താണത്? ഇത് ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I1, ഇത് രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I2. അങ്ങനെ എഴുതിപ്പോയാൽ ദിസ് വിൽ ബി ദി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ബോഡി, വിച്ച് ഐ ക്യാൻ റൈറ്റ് ആസ് I. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇങ്ങനൊരു പാറ്റേണിലാണ് കൈനറ്റിക് എനർജി എഴുതാറ്. സോ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി ഈസ് ഹാഫ് I ഒമേഗ സ്ക്വയർ. ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി. ഇത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ലീനിയർ മോഷനിലെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാറുണ്ട്. ഇറ്റ് ഈസ് സിമിലർ. മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് കൺട്രോൾ ചെയ്യണമെന്ന് പഠിച്ചു. ലീനിയർ വെലോസിറ്റി പകരം ഒമേഗയാണ് കൺട്രോൾ ചെയ്യണമെന്ന് പഠിച്ചു. അങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയാലും ഇത് ശരിയാണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചു. നൗ കൈനറ്റിക് എനർജിക്ക് വൺ മോർ ഇക്വേഷൻ വി ഹാവ് ടു സ്റ്റഡി. വി ഹാവ് ടു സ്റ്റഡി വൺ മോർ ഇക്വേഷൻ ഫോർ ദി കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. That's in terms of angular momentum. നമുക്ക് നോക്കി വെക്കാം. ആംഗുലർ മൊമെൻറ്റം L ഈക്വൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം I ഒമേഗ. ആംഗുലർ മൊമെൻറ്റം L ഈക്വൽസ് I ഒമേഗ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം, ദാറ്റ് ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം നമുക്ക് ചെയ്ത് നോക്കാം. സോ കൈനറ്റിക് എനർജി ഇൻ ടേംസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഇക്വേഷൻ എന്തായിരിക്കണം? റിസൾട്ട് എങ്ങനെയായിരിക്കണം? നമ്മൾ പറയണോ കൈനറ്റിക് എനർജി ലീനിയർ മൊമെൻറ്റം നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, E ഈക്വൽസ് പി സ്ക്വയർ ബൈ 2m. ട്രാൻസ്ലേറ്ററി മോഷനിൽ ലീനിയർ ഡൈനാമിക്സിൽ എനർജി ഈക്വൽസ് പി സ്ക്വയർ ബൈ 2m. പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ബൈ 2 മാസ്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ ഡൈനാമിക്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ടായിരിക്കണം. അവിടെ ലീനിയർ മൊമെൻറ്റത്തിന് വരും, ഇവിടെ ആംഗുലർ മൊമെൻറ്റം വരണം 2I. സോ ദിസ് ഈസ് ദി എക്സ്പെക്റ്റഡ് റിലേഷൻ L സ്ക്വയർ ബൈ 2I. കിട്ടുന്നതെന്ന് നമുക്ക് നോക്കി വെക്കുക. നമ്മളിങ്ങനെ എഴുതുന്നു കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് I ഒമേഗ സ്ക്വയർ. എല്ലിനെ കൊണ്ടുവരണം ബൈ റീപ്ലേസിങ് ഒമേഗ. അത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? L ഈക്വൽസ് I ഒമേഗ. സോ ഒമേഗ ഈക്വൽസ് L ബൈ I. ഒമേഗ ഈക്വൽസ് L ബൈ I. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. സോ ഹാഫ് ഐക്ക് പകരം I തന്നെ എഴുതി, ഒമേഗയ്ക്ക് പകരം L ബൈ I ഹോൾ സ്ക്വയർ ഈക്വൽസ് ഹാഫ് I L സ്ക്വയർ ബൈ I സ്ക്വയർ. ഒരു I വെട്ടിക്കളയാം, ബാക്കി L സ്ക്വയർ ബൈ 2I. ദിസ് ഈസ് ദി കൈനറ്റിക് എനർജി. ദിസ് ഈസ് ദി കൈനറ്റിക് എനർജി. Kinetic energy equals L square by 2I. Got this relation? Okay? Hope you understand. വർക്കിനെ മറ്റൊരു ഫോർമുല നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ദി ടോർക്ക്. വർക്കിനെ ഇൻ ടേംസ് ഓഫ് ദി ടോർക്ക്. ഇത് ഒരു പാർട്ടിക്കിളിനെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ സിംപ്ലിസിറ്റി. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ
horizontal circle, just like this. A particle is moving in a horizontal circle. ഒരു സമയത്ത് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഇത്. This will be the radius vector. And I applied a torque. A force is applied. The velocity is also in the same direction. So they applied a force is in this direction, velocity is in this direction. As a result, the body changed from A to B. This is the new radius vector A to B. And this is the new velocity direction. Okay. Now, suppose the angles on the mark here. Angle turned is d theta. This is the AB is this displacement. If we the angle is let us give as phi, and this angle is alpha. Okay. Now we know that the work done equals dW, small work done equals F dot ds. Small work done equals F dot ds. Okay. Then expand the simplify it. So it will be F ds. The angle is force. This is the displacement vector. This is the displacement. This is the force. Angle between is phi. So it will be cos phi. Running ds in expand here. Ds means this displacement. This is ds. So you can use the formula as arc equals angle by the angle into radius. Angle into radius. So we can write this as F. Instead of ds, the angle is d phi, radius is r. The d phi ആണ്, the r ആണ്. So we can write as r d phi cos phi. Equals ഒന്നുകൂടി ചെറിയ വ്യത്യാസം വരുന്നു, fr d phi. Okay, fr d phi. Sorry, d theta. The angle is d theta. I made a mistake. D theta. This also will be d theta. The angle equals fr d theta. This angle. This cos phi ennu മാറ്റാൻ പോവാണ്. Phi എന്ന് പറഞ്ഞാൽ ഇതാണ്. This will be the totally this angle is 90 degree. So alpha terms പറയുകയാണെങ്കിൽ phi will be 90 minus alpha. Phi will be 90 minus alpha. Okay. About this will be cos 90 minus alpha. And we will വ്യത്യാസം എടുത്താം fr d theta sin alpha. fr d theta sin alpha. ഈ ഫോഴ്സ് ടാൻജൻഷ്യലായിട്ട് കൃത്യം പോകുകയാണെങ്കിൽ ദിസ് വിൽ ബി 90 ഡിഗ്രി കേട്ടോ. ബട്ട് ഫോഴ്സ് മേ ബി ഗിവൺ ടാൻജൻഷ്യലി ഓർ എനി ഡിറക്ഷൻ. ഫോഴ്സ് കൊടുത്ത് വേറെ ഡിറക്ഷൻ ആണെന്ന് കൂട്ടിക്കോളൂ. ഇഫ് ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ, നോ നീഡ് ഓഫ് റൈറ്റിംഗ് ദിസ് വൺ. ആൽഫ വിൽ ബി 90 ഡിഗ്രി ഓട്ടോമാറ്റിക്കലി. അത് പിന്നെ നമുക്ക് അവസാനം കാണാം. എഫ് ആർ ഡി തീറ്റ സൈൻ ആൽഫ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് ആർ സൈൻ ആൽഫ. എഫ് ആർ സൈൻ ആൽഫ. ദിസ് ഇസ് ദി ആർ വെക്ടർ, ദിസ് ഇസ് ദി എഫ് വെക്ടർ, ദി ആംഗിൾ ബിറ്റ്വീൻ ഇറ്റ്, ദെൻ ഡി തീറ്റ. So this will be fr sin theta will be torque t d theta. Fr will be t d theta. Okay. So this is a very simple method of getting the dW. Work വേണമെങ്കിൽ, if you want the work itself, we can integrate it. Integrate ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കിട്ടും. ഇപ്പം നമ്മൾ ഈ വർക്കിന് അല്ലെങ്കിൽ എനർജിക്ക്, വർക്ക് ആൻഡ് എനർജി ബോത്ത് ആർ സെയിം. സോ വർക്കിന് അല്ലെങ്കിൽ എനർജിക്ക് നമ്മൾ 3 ഫോർമുലകൾ ഡിറൈവ് ചെയ്തു. ആ 3 കൂടി അടുത്തടുത്തൊന്ന് എഴുതി നോക്കിയേ. ജസ്റ്റ് ടു ഗെറ്റ് എ കമ്പാരിസൺ. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദി വർക്ക് ഡൺ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി വർക്ക് ഈക്വൽസ് half I omega square. Half I omega square. L square by 2I tau d theta. Integral tau d theta. dW equals tau d theta, so W equals tau d theta. These are the three equations which we have to study by heart for the purpose of entrance examination. The മൂന്നാകുമ്പോൾ ഒരു റൊട്ടേഷൻ ഡൈനാമിക്സിലെ വർക്കിൻ്റെ എല്ലാ കാൽക്കുലേഷനും ഇതിനകത്ത് കഴിയും. Now we have one more calculation in this topic, that is the relation between for the power. Power എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കൺസെപ്റ്റാണ്. പവർ ഈസ് ദി
rate of change of work. Power is the rate of change of work. അല്ലേ? അപ്പോൾ നമ്മൾ വർക്കിന് തൊട്ട് മുന്നേ നമ്മളൊരു ഫോർമുല കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വർക്ക് ഈക്വൽസ് ടോ ഡി തീറ്റ. സോ പവർ ഈക്വൽസ് d by dt of tau d theta. d by dt of tau d theta. Because we know that work equals tau d theta. We have just now proved. Tau പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ tau into d theta by dt, which is equal to tau d theta by dt എന്താണ്? Rate of change of the angular displacement, which is the angular velocity omega. So power is I omega. This is identical to the power equals F dot V in the linear dynamics. Linear dynamics translatory motion force into velocity. Force nu varam torque varum, velocity varum, angular velocity varum. Elladutha comparison correct aanu. Okay. Now we got a relation power equals tau omega. I think it's very clear. Now we are coming to the next topic. Next concept is alpha and thammiലുള്ള relation ആണ് next question. Relation between tau and alpha. Tau and alpha. Let us prove it. Tau means torque, alpha means the angular acceleration. ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചൊന്നാണ് the power equals tau omega. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എഴുതിയിരിക്കുന്നു. ഓക്കെ. പവറിൻ്റെ മറ്റൊരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. പവർ ഈക്വൽസ് ഡി ഡബ്ല്യു ബൈ ഡി ടി. നേരത്തെ ഡബ്ല്യുവിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഫ് ഡോട്ട് ഡി എസ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് പുറത്തെടുക്കാം, ഐ പുറത്തെടുക്കാം, ഡി ഓഫ് ഡി ബൈ ഡി ടി ഓഫ് omega square. d by dt of omega square. ഇതെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ക്ലാസ്സിൽ. കാരണം ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. വേരിയബിൾ ഇസ് ടി, പക്ഷേ മുകളിൽ ഒമേഗയാണ്. ഒമേഗനെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് കളയാനും പറ്റില്ല. ബിക്കോസ് ഒമേഗ ക്യാരീസ് ഡി തീറ്റ ബൈ ഡി ടി. ഒമേഗ ഇസ് ഡി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ്, ഈ ഡിനോമിനേറ്ററിനെ വേരിയബിളിനെ ടിയിൽ നിന്ന് ഒമേഗയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ദർ ഇസ് എ പ്രൊവിഷൻ ഇൻ മാത്തമാറ്റിക്സ്. ദാറ്റ് ഈസ് ഹാഫ് I differential of d omega square by, instead of dt I am writing d omega, and just to compensate I am writing d omega by dt, so that there is no change in the concept. More d omega vannu, third d omega vannu, we are safe because omega square namukku with respect to d omega differentiate cheyan ariyam. So this will be equal to half I, idhe differentiate cheyidal omega square differentiate cheyidal 2 omega. d omega by dt നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, വിച്ച് ഈസ് ആൽഫ. 2 gets cancels, so this will be I omega alpha. I omega alpha. Equation number 2. Simply compare it. Power equals tau omega. Power equals I alpha omega. I alpha omega. Compare ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ഒമേഗ കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദാറ്റ് ദിസ് ടി ഈസ് ഇക്വലന്റ് ടു ഐ ആൽഫ. സോ വി ആർ ഗെറ്റിംഗ് tau ഈക്വൽസ് ഐ ആൽഫ. ദിസ് ഈസ് ദി റിക്വയർഡ് റിലേഷൻ ബിറ്റ്വീൻ ദി tau ആൻഡ് ആൽഫ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ടു, ഇറ്റ് ഈസ് ഐഡന്റിക്കൽ ടു tau മീൻസ് ഫോഴ്സ്, ടോർക്ക്. ടോർക്ക് ലീനിയർ ഡൈനാമിക്സ് ഇടുമ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഫോഴ്സ്. ഐ ചേഞ്ച് ടു എം എ, മാസിൻ്റെ ആക്സലറേഷൻ. അപ്പോൾ എഫ് ഈക്വൽസ് എം എന്ന് പറയുന്ന ലീനിയർ മെക്കാനിക്സിലെ ഒരു ഇക്വേഷൻ്റെ കൗണ്ടർ പാർട്ടാണ് റൊട്ടേഷൻ മെക്കാനിക്സിലെ ട്രൂ ട്രാൻസ്ലേഷൻ ഓഫ് ടി ഈക്വൽസ് ഐ ആൽഫ. ഐ തിങ്ക് യു ഗോട്ട് ഓൾ ദീസ് കൺസെപ്റ്റ്സ്. നമുക്കിതിൽ 2 ക്വസ്റ്റ്യൻ കൂടിയുള്ളത്, 2 ചെറിയ ക്വസ്റ്റ്യൻ ആണത്. ഒന്ന്, ദി കൺസെപ്റ്റ് ഓഫ് റോളിംഗ്. എന്താണ് ഈ റോളിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? അതിലാണ് 2 ക്വസ്റ്റ്യൻസ് വരുന്നത്. റോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റിനെ 3 തരത്തിൽ നമ്മൾ പറയുന്നു. വൺ ഈസ് ട്രാൻസ്ലേഷണൽ, ഇങ്ങനെ നീങ്ങി പോകുന്നു, ട്രാൻസ്ലേഷണൽ. അല്ലെങ്കിൽ സ്ലൈഡിങ് എന്ന് പറയാം, നിരങ്ങി പോകുന്നു, താഴത്തേക്കൂടെ ഒരു പെട്ടി തള്ളിക്കൊണ്ട് പോകുന്നു, ട്രാൻസ്ലേഷണൽ. സ്ലൈഡിങ് രണ്ടും ഒന്ന് തന്നെ. ഇപ്പോൾ ഇൻക്ലൈൻ പ്ലെയിൻ ആണെങ്കിൽ സ്ലൈഡിങ് എന്നാണ് പറയുക,
നിലത്ത് കൂടെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ബട്ട് ബോത്ത് ആർ ടെക്നിക്കലി സെയിം. രണ്ടാമത്തെ കൺസെപ്റ്റ് റൊട്ടേഷൻ. ഫാനിൻ്റെ ബ്ലേഡ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു, റൊട്ടേഷൻ. ദാറ്റ് ഇസ് പ്യുവർ റൊട്ടേഷൻ, ദാറ്റ് ഈസ് പ്യുവർ ട്രാൻസ്ലേഷൻ. അത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലെ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ദി നെക്സ്റ്റ് വൺ ഈസ് ദി റോളിംഗ്. എന്താണ് റോളിംഗ്? ചക്രം ഉരുണ്ടു പോകുന്നു. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ടാറ് നിറച്ച ബാരൽ ഉരുണ്ടു വരുന്നു. നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ഇവിടെ ദി ബോഡി ഓഫ് ദി സിസ്റ്റം ഈസ് റൊട്ടേറ്റിംഗ്, ബട്ട് at the same time it is moving down. നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കൽ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സെൻറ്റർ ഓഫ് മാസ് നീങ്ങുന്നുമുണ്ട്. ഒരു ചക്രം നീങ്ങി വരുമ്പോൾ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒപ്പം സെൻറ്റർ ഓഫ് മാസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് റോളിംഗ്. ഇപ്പോൾ റോളിങ്ങിൻ്റെ സമയത്തുള്ള ചില കൺസെപ്റ്റുകൾ, ഒന്ന് അതിൻ്റെ വെലോസിറ്റി കൺസെപ്റ്റ്, മറ്റൊന്ന് അതിൻ്റെ എനർജി കൺസെപ്റ്റ്. 2 ക്വസ്റ്റ്യൻ നോക്കൂ. വെലോസിറ്റി എങ്ങനെ ഡീൽ ചെയ്യുന്നു? അത് എൻട്രൻസിലെ വളരെ സ്ഥിരമായ ഒരു ചോദ്യമാണ്. ഇഫ് ദി ബോഡി ഈസ് മൂവിങ് അറ്റ് എ വെലോസിറ്റി, ദി സെൻറ്റർ ഓഫ് മാസ് ഈസ് മൂവിങ് അറ്റ് എ വെലോസിറ്റി. നമ്മൾ റോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ലൈഡിംഗ് ആണെങ്കിൽ വി ഉണ്ടാകും, ബട്ട് ദർ ഇസ് നോ റൊട്ടേഷൻ. റൊട്ടേഷൻ ആണെങ്കിൽ ഈ വി ഉണ്ടാകില്ല, പക്ഷേ ബോഡി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്താൽ മറ്റൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദി സെൻറ്റർ ഓഫ് മാസ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ഫോർവേഡ്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. അല്ലേ? ചക്രം പോകുമ്പോൾ ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇറ്റ് മൂവ്സ് വിത്ത് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ആംഗുലർ വെലോസിറ്റി ഒമേഗ. റേഡിയസ് ചക്രത്തിൻ്റെ മാറാത്ത കാരണം ദി ലീനിയർ വെലോസിറ്റി വീക്കിൾസ് ആർ ഒമേഗ. ഇഫ് ദി വീൽ ഈസ് റോളിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് ഒമേഗ ആൻഡ് കോൺസ്റ്റൻറ്റ് റേഡിയസ്, അല്ലേ? ചക്രം ഇങ്ങനെ തിരിയുമ്പോൾ വലുതായി വരുന്നില്ല. ദി ലീനിയർ വെലോസിറ്റി ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. ഇനി നമ്മൾ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഈ ഒരു പോയിന്റിൽ ഇവിടെ ഇരിക്കുന്ന ഒരു മഡ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ടയറിൻ്റെ പീസിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? എല്ലാവരും ചോദിക്കും ചക്രം അങ്ങോട്ട് പോകുമ്പോൾ ചക്രത്തിൻ്റെ വെലോസിറ്റി അല്ലേ? അല്ല. ദർ ഇസ് എ കൺഫ്യൂഷൻ. അറ്റ് ദിസ് പോയിന്റ് ദി വെലോസിറ്റി ഈസ് ഇൻ ദി ഫോർവേഡ് ഡിറക്ഷൻ of center of mass. Center of mass velocity എല്ലാ പാർട്ടിക്കിളിനും കിട്ടുന്നുണ്ട്. So this particle has a forward velocity v. At the same time, due to rotation, at this point it has a velocity in this direction. That is due to rotation, r omega അല്ലെങ്കിൽ v. ഇവിടെ വെച്ച് ഇതിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്, v അല്ലെങ്കിൽ r omega. ഈ പോയിന്റിൽ ഇതിൻ്റെ റൊട്ടേഷൻ വെലോസിറ്റി ഇങ്ങോട്ടാണ്, v equals r omega. ഈ പോയിന്റിൽ ഇതിൻ്റെ വെലോസിറ്റി താഴേക്കാണ്, v equals r omega. But in all instant it have the forward velocity given by the translational motion. എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് മുന്നിലേക്ക് പോകുന്ന കാരണം ആ വെലോസിറ്റിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഈ പോയിന്റിൽ നെറ്റ് വെലോസിറ്റി എത്രയായിരിക്കും? Due to forward movement it has a velocity v forward. Due to the rotation it has a velocity v in this direction. So net velocity will be 0. ഈ മഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി നോക്കൂ. മഡ് പാർട്ടിക്കിളിന് ഇങ്ങോട്ടൊരു വെലോസിറ്റി ഉണ്ട് ഡ്യൂ ടു ദി വെലോസിറ്റി ഓഫേർഡ് ബൈ ദി സെൻറ്റർ ഓഫ് മാസ്. ഇങ്ങോട്ടൊരു വെലോസിറ്റി ഡ്യൂ ടു ദി റൊട്ടേഷൻ. ഇത് രണ്ടും 90 ഡിഗ്രി ആകുമ്പോൾ ദി റിസൾട്ടൻറ്റ് വിൽ ബി ഇൻ ദിസ് ഡിറക്ഷൻ. കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? റിസൾട്ടൻറ്റ് ഈക്വൽസ് √2v. രണ്ട് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്, രണ്ട് ഐഡൻറ്റിക്കൽ വെക്ടേഴ്സ് 90 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻറ്റ് ഈസ് √2 ടൈംസ്. രണ്ട് ഐഡൻറ്റിക്കൽ വെക്ടേഴ്സ് 60 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടൻറ്റ് വിൽ ബി √3 ടൈംസ്. രണ്ട് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾ 120 ഡിഗ്രി ആണെങ്കിൽ ദി റിസൾട്ടൻറ്റ് വിൽ ബി ദി വെലോസിറ്റി ഇറ്റ്സെൽഫ്. v plus v at 120 will give v itself. v plus v at 90 will give √2v. v plus v at 60 degree gives √3v. അത് മെമ്മറിയിൽ എപ്പോഴും നിർത്തുക എൻട്രൻസ് സ്റ്റുഡൻസ്, ബിക്കോസ് ഇതൊന്നും സോൾവ് ചെയ്യാൻ നേരം കിട്ടില്ല. ഇവിടെ നിന്ന് നോക്കിയേക്കൂ. ഇവിടുത്തെ ഇതുപോലെ നിങ്ങൾക്ക് കാണാം. v അങ്ങോട്ട്, v ഇങ്ങോട്ട്, റിസൾട്ടൻ്റ് ഇങ്ങോട്ട് ഉണ്ടാകും. കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെയാണ് പിന്നെ മറ്റ് ക്രൂഷ്യൽ പോയിന്റ് സ്ഥിരമായി ചോദിക്കുന്നത്. ദി റൊട്ടേഷൻ വെലോസിറ്റി ഈസ് ഫോർവേഡ് ഡിറക്ഷൻ. Center of mass velocity is also forward direction. So the net velocity will be twice the v. അപ്പോൾ ചക്രം മുന്നോട്ട് ഉരുളുമ്പോൾ ടോപ്പ് മോസ്റ്റ് പാർട്ടിക്കിളിനെ ചക്രം മുന്നോട്ട് വരുമ്പോൾ ടോപ്പ് മോസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഡബിൾ ദി വെലോസിറ്റി ഓഫ് ദി ബസ് ആയിരിക്കും.
ബോട്ടമോസ്റ്റ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. മറ്റ് 2 പോയിന്റുകളും ഡിപ്പെൻഡിങ് മാറിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പോയിന്റുകളൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഓർക്കുക, ബസ് മുന്നോട്ട് പോകുമ്പോൾ ചക്രത്തിന്മേരിക്കുന്ന ഒരു മഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്ര? വളരെ ഫേമസ് ആയ ക്വസ്റ്റൻ ആണ്. ഒരു ബസ് മുന്നോട്ട് v വെലോസിറ്റിയിൽ പോകുമ്പോൾ ചക്രത്തിന്മേരിക്കുന്ന ഒരു മഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എത്ര? ആദ്യത്തെ കൺക്ലൂഷൻ, ദി വെലോസിറ്റി ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. ചക്രം ഒരേ റൊട്ടേഷനിൽ തിരിയാണെങ്കിലും പെട്ടെന്ന് കുട്ടിയുടെ സംശയം ഉണ്ടാകും. ചക്രം ഒരു പർട്ടിക്കുലർ സ്പീഡിൽ തിരിയുന്നു, ബസ് ഒരു ഫിക്സഡ് സ്പീഡിൽ പോകുന്നു. അപ്പോൾ ചക്രത്തിന്മേരിക്കുന്ന മണ്ണിൻ്റെയും വെലോസിറ്റി സെയിം ആകണ്ടേ? അല്ല. At the bottommost point, the velocity will be 0. Topmost point, the velocity will be double the velocity. So this is a very famous question which you have to remember. And I have to see one more question in this category. That is, what will be the total energy of a rolling body? Since the center of mass is in the translation motion, it will have a translational kinetic energy. It is given by half mv square. Kinetic energy of a rolling body. Kinetic energy of a translational body നമുക്കറിയാം, half mv square. Kinetic energy of a rotating body പഠിച്ചു കഴിഞ്ഞു, half I omega square. Now the question is very clear. The kinetic energy of a rolling body. So rolling body have the translational kinetic energy half mv square, as well as it have a rotational kinetic energy half I omega square. So the total kinetic energy will be equal to half mv square plus half I omega square. Half mv square plus half I omega square. Okay. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇഫ് യു വാണ്ട് യു ഹാവ് ടു സിംപ്ലിഫൈ ഇറ്റ്. ഈ ഒരു ഏരിയയിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം ഇത് രണ്ടും ഒറ്റക്കൊറ്റ കണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ, പ്രൊവൈഡ് മാസ് വെലോസിറ്റി ആയി ഒക്കെ തന്നെങ്കിൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യും, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റാം. ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഐക്ക് ഒരു ജനറൽ ഫോം എടുക്കുകയാണെങ്കിൽ ഹാഫ് ഐക്ക് എം കെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ, എം കെ സ്ക്വയർ ഒമേഗ സ്ക്വയർ അല്ലേ. ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് എം കെ സ്ക്വയർ വെർ കെ ഈസ് ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം കെ സ്ക്വയർ, ഹാഫ് എം കെ സ്ക്വയർ. ഒമേഗനെ വേണമെങ്കിൽ മാറ്റുകയാണെങ്കിൽ ഒമേഗ ഈക്വൽസ് വി ബൈ ആർ എന്ന് എഴുതാം അല്ലേ. വി ഈക്വൽസ് ആർ ഒമേഗ. So omega equals v by r. So this will be equal to v square by r square. Now take the common terms outside. Half mv square into first term the balance is in 1. Second term le m പോയി k ഇവിടെ ഉണ്ട്, r square ഇവിടെ ഉണ്ട്, k square by r square. So this is the total kinetic energy of a rolling body. Energy of a sliding body, translational. Energy of a rotating body, rotational. Energy of a rolling body. Okay? Which you have to remember. ഇനി ഇതിലെ ടിപ്പിക്കലായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ഉണ്ട്. അതുകൂടി ചെയ്ത് ഞാൻ ഈ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഒരു ബോഡി സ്ലൈഡ് ചെയ്യുമ്പോൾ ഹൗ മച്ച് വിൽ ബി ദി ബോഡി കൃത്യം പറയുന്നു. സേ എ ഡിസ്ക്, ഒരു ഡിസ്ക് അല്ലെങ്കിൽ ഒരു ബാരല് അല്ലെങ്കിൽ ഒരു സ്പിയർ, ഏത് വേണമെങ്കിൽ ചോദിക്കാം. എല്ലാം എന്തായാലും ചോദിക്കാം, ഒരെണ്ണം ചെയ്താൽ മതി, അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റും. എ ഡിസ്ക് ഈസ് റോളിങ്, കോയിൻ ഇങ്ങനെ ഉരുണ്ട് പോകുന്നു. ഹൗ മച്ച് വിൽ ബി ദി ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ഹൗ മച്ച് വിൽ ബി ദി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അതുപോലെ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചു. ടോട്ടൽ എനർജിയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ട്രാൻസ്ലേഷൻ, ടോട്ടൽ എനർജി എത്ര പെർസെൻറ്റേജ് ആണ് റൊട്ടേഷൻ, എല്ലാം ചെയ്യുന്ന ഒരുപോലെ. നമുക്കിങ്ങനെ എഴുതാം. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയുടെ ഫോമിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എം ആർ സ്ക്വയർ ബൈ 2. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏത് ബോഡി പറയുന്നെങ്കിൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എഴുതാൻ പറ്റണം, ബാക്കിയൊക്കെ ഒരേപോലെയാണ്. സോ വിൽ ഗെറ്റ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് I omega square. നമ്മൾ കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. ട്രാൻസ്ലേഷൻ്റെ എത്ര ടൈംസ് ആയിരിക്കും റൊട്ടേഷൻ, ടോട്ടലിൻ്റെ എത്ര ടൈംസ്
എത്ര പെർസെൻറ്റേജ് ആയിരിക്കും റൊട്ടേഷൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ്. സോ ഐ എം കൺവേർട്ടിംഗ് ദിസ് ടു ലീനിയർ മെത്തേഡ്. സോ ഹാഫ് ഇൻസ്റ്റെഡ് ഓഫ് 5 ക്യാൻ റൈറ്റ് m²/2. അതിൽ മാത്രമാണ് ഡിഫറെൻറ്റ് ബോഡികളുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. ഒരു സാമ്പിൾ, ഐ തിങ്ക് 1 സാമ്പിൾ ഇസ് ഇനഫ്. ഒമേഗയ്ക്ക് വരെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ v ഈക്വൽസ് r omega, omega equals v by r. So this will be equal to v square by r square. Okay, r square gets cancels. അത് എപ്പോഴും ക്യാൻസൽ ചെയ്ത് പോകും, പേടിക്കണ്ട. Always it will cancel and we will get a numerical value only, 1/4 mv square. So rotational kinetic energy of a coin is 1/4 mv square. Translational kinetic energy half mv square. എന്നിട്ട് ഒരു പരീക്ഷ ഇങ്ങനെ ചോദിക്കും, തിരിയുന്ന കോയിന് റൊട്ടേഷൻ ആണോ ട്രാൻസ്ലേഷൻ ആണോ എനർജി കൂടുതൽ? വി നോ ട്രാൻസ്ലേഷൻ എനർജി ഇസ് ഹയർ. റൊട്ടേഷൻ എനർജിയുടെ എത്ര ഭാഗമാണ് ട്രാൻസ്ലേഷൻ എനർജി, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ്റെ എത്ര ഭാഗമാണ് എത്ര ടൈംസ്? വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഇറ്റ്? ട്വൈസ് അല്ലേ? ദിസ് ഇൻ ദി 1:2 റേഷ്യോ. ഇത് 1 ആണെങ്കിൽ അതിൻ്റെ ട്വൈസ് ആണിത്. ഹൗ മച്ച് വിൽ ബി ദി ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി വിൽ ബി 1/2 mv square plus 1/4 mv square, which will be equal to 3/4 mv square. 3/4 mv square. Then ടോട്ടലിൻ്റെ എത്രമാത്രം ഉണ്ട് റൊട്ടേഷൻ, ടോട്ടലിൻ്റെ എത്ര ഭാഗമാണ് കൈനറ്റിക് എനർജി? ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ എവറിത്തിങ് ഇത്ര സൂക്ഷിച്ചാൽ മതി. ഐ ഒമേഗയിലെ ഒമേഗയ്ക്ക് എപ്പോഴും ഈ സബ്സ്റ്റിറ്റ്യൂഷനും ഐക്ക് ഡിപ്പെൻഡ്സ് ഓൺ ബോഡി വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. So that is the end of this chapter. Hope you understand very well.